അറിഞ്ഞില്ലേ നിങ്ങള്? സുധിച്ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ വിളിക്കാം. അനീഷ് തറയിൽ. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? അനീഷ് തറയിൽ. കുടുംബപ്പേര് പോലെ തന്നെ സംസാരം കേട്ടപ്പോ തന്നെ മനസ്സിലായി അല്ല ഒന്നാം തരം തറയാണ് തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. വാഴത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ അനീഷ് നടന്നു വരുന്നു. ഇവൻ വാഴയാണ് എന്ന് ബിഗ് ബോസിന് ഇൻഡയറക്ട്ലി ഊക്കിയതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ആദ്യം ഒരു ബാങ്ക് ജോലി ഇവന് കിട്ടി, അത് കഴിഞ്ഞ് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് 5 കൊല്ലം ലീവ് എടുത്തേക്കുവാണ് ബിഗ് ബോസിനകത്ത് വരാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ജോലിക്ക് പോവാതെ വാഴ പോലെ ഇങ്ങനെ കൊലകുത്തി നിൽക്കുവാണ്. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. അപ്പൊ ഞാൻ പൊട്ടനാ? രണ്ടാമത് വരുന്ന അനുമോള് ചെന്ന് കയറി കിടുമ്പോൾ ലവന്റെ വായിലോട്ടാണ് അനീഷ് തറയിൽ. എന്നിട്ട് നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല. അങ്ങനെ പറയരുത്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ചുമ്മാ അല്ല, ഇവൻ ഡിവോഴ്സ് ആയതും സ്ത്രീ വിരുദ്ധനായതും. ഇവന്റെ ഈ തൊലിയാറുമണിയെ സ്വഭാവം വെച്ചിട്ട് ഒരു പെണ്ണുകൊണ്ടൂടെ ജീവിക്കൂല. അടുത്തതായി ഗോതയിലേക്ക് വരുന്നത് രണ ഫാത്തിമ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു കൂതറ കോസ്റ്റ്യൂം ഇട്ടാണ് ഈ കൊച്ചു വരുന്നത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ക്യൂട്ട്നെസ് ഓളി. ക്യൂട്ട്നെസ് ഇങ്ങനെ മാരി വിതറിക്കൊണ്ട് വരുന്ന സമയത്ത് കൊച്ചിന്റെ ചെരുപ്പ് അങ്ങ് പൊട്ടിപ്പോയി. ഒരു കൈവതം നാറ്റുകരുത്. പിന്നെ ആ പൊട്ടിയ ചെരുപ്പ് കൊടുത്ത് കൈ പിടിച്ചിട്ടാണ് ഹൗസിലോട്ട് കയറുന്നത്. പിന്നെ ആ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും ഷേക്കാനും കൊടുത്തു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. പക്ഷേ ഞാൻ എന്റെ ഒരു സജഷൻ പറയാം. വൈകിട്ട് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ അതിഥി മിസ്ത്രി ഒന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും. അടുത്തത് നമ്മുടെ ശാരിക ചേച്ചി. സോഷ്യൽ മീഡിയയിലൂടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു ഇന്റർവ്യൂവറാണ്. ആരുടെ ഹൃദയം? അതെ, ആര് പറഞ്ഞു? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇവരുടെ ഇന്റർവ്യൂവിന്റെ അടിയിലെ കമന്റ് കണ്ടിട്ടുണ്ടോ ലാലേട്ടൻ? തെറിവിളിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഹൃദയം പോയിട്ട് ആരുടെയും മൂത്രസഞ്ചി കീഴടക്കാൻ പോലും ചേച്ചിക്ക് പറ്റിയിട്ടില്ല. 18ാമതായിട്ടാണ് ഗായ്സ് നമ്മുടെ താരം, നമ്മുടെ സ്റ്റാർ, വൺ ആൻഡ് ഒൺലി ലേഡി സൂപ്പർ സ്റ്റാർ, അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. സ്റ്റാർ അല്ല, ചാർ. രണാസുന എന്നറിയപ്പെടുന്ന രേണു സുധീപ്. ആർക്ക് വേണം വലിങ്ങേറി വന്നേക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. ലാലേട്ടന് പോലും ഇത്രയും റീച്ച്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഹൗസിന്റെ അകത്തോട്ട് കയറിയിട്ടൊരു വിളിയുണ്ട്, അതുകൂടെ ഒന്ന് കാണേണ്ടതാണ്. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. നാളെ തൊട്ട് സുധിച്ചേട്ടൻ ആത്മാവ് വൈറ്റ് ഷർട്ടും വൈറ്റ് പാന്റും ഇട്ടുകൊണ്ട് വന്ന് അവിടെ നിൽക്കും. പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. രേണു മിക്കവാറും പോയി സുധിച്ചേട്ടൻ ആത്മാവിനോട് സംസാരിക്കുന്ന സീനൊക്കെ നമ്മൾ കാണും. കുറെ നാളായി ഇന്നിനെ സഹിക്കുന്നു. വേണ്ടാന്ന് വെക്കും തോറും